മുഅ്മിനീങ്ങളെ, ഇങ്ങനെയാണ് രാഷ്ട്രീയക്കാര് പ്രവർത്തിക്കേണ്ടത്. അധികാരത്തിന് വേണ്ടി ഒന്നും തള്ളുമല്ല, അധികാരത്തിന് വേണ്ടി കൊട്ടേഷനും നോട്ടുകെട്ടുകളും വലിച്ചെറിയലല്ല, സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി ചരട് വലിക്കലല്ല നമ്മൾ ചെയ്യേണ്ടത്. അധികാരം നിർബന്ധിതരായി ഏൽപ്പിക്കപ്പെട്ടാൽ പിന്നെ ഉറക്കമില്ലാതെ ഊണില്ലാതെ പ്രജകൾക്ക് വേണ്ടി, പൗരന്മാർക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ നമ്മൾക്ക് കഴിയണം. എന്നാൽ ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ അവസ്ഥ എന്താണ്? സ്ഥാനം കിട്ടുന്നത് വരെ ഉറക്കില്ല, ഇലക്ഷനിൽ വിജയിക്കുന്നത് വരെ ഉറക്കില്ല. ഉണ്ടോ? ഇലക്ഷനിൽ വിജയിക്കുന്നത് വരെ ഉറക്കില്ല. ഇലക്ഷനിൽ വിജയിച്ചാ പിന്നെ കൂർക്കം വിരിച്ചു ഉറങ്ങും, അടുത്ത ഇലക്ഷനാ മേടിക്കും. അല്ലെ? അങ്ങനല്ലേ? നേരെ ഓപ്പോസിറ്റാണ്. എല്ലാ സ്ഥാനാർത്ഥികളും ആരാണ്? അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് സമുദായത്തിന്റെ, നാടിന്റെ, പൗരന്മാരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ആരാളുള്ളത്? അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ ആരാണുള്ളത്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രിയിൽ ഇങ്ങനെ പോയപ്പോഴാണ് ഒരു ദിവസം ഒരു തള്ളയെ ആരോ കുളിപ്പിച്ച് വൃത്തിയാക്കി വസ്ത്രമലക്കി ഭക്ഷണം പാചകം ചെയ്ത് കൊടുത്തിട്ട് പോയി. ഉമ്മ പറഞ്ഞു, ഇത് ആരോ പോയിട്ടുണ്ട്, വന്നു പോയിട്ടുണ്ട്. പിറ്റേ ദിവസം ആ വീടിന്റെ ഭാഗത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒളിഞ്ഞു നോക്കി. ആരാണത്? ഞാൻ വരുന്നതിനു മുമ്പേ ഈ വീട്ടിലേക്ക് വന്ന് ഈ വയസ്സായ ഉമ്മയുടെ വസ്ത്രമലക്കി കൊടുത്ത് കുളിപ്പിച്ച് വൃത്തിയാക്കി ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുന്ന ആളാരാണ്? നോക്കുമ്പോൾ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് തങ്ങളായിരുന്നു. ഉമർ തങ്ങളും അതേപോലെയായിരുന്നു.